നമ്മൾ കുന്നും മലയൊക്കെ കയറി പോകുന്നത് നമ്മുടെ ആദ്യത്തെ ഫാം വിസിറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പോത്തുകളെ 75ഓളം പോത്തുകളെ വളർത്തുന്ന ഈ ഒരു വിശാലമായ ഫാം. അപ്പം ഇത് നമ്മുടെ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു എണ്ണപ്പന തോട്ടമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഏകദേശം 3000ഓളം ഹെക്ടർ വരുന്ന ഒരു എണ്ണപ്പന തോട്ടം. അതിനോട് ചേർന്നിട്ടാണ് ഈ പോത്ത് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നിലവിലിപ്പോൾ 75ഓളം പോത്തുകളാണ് നമ്മുടെ ആ ഫാമിൽ സഞ്ജു എന്നു പേരുള്ള ഒരു 25 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഫാമുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും ഈ പോത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തുടങ്ങിയപ്പോൾ നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതും ഇപ്പം നിലവിൽ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഫാമിൻ്റെ പിറകിലുള്ള രഹസ്യങ്ങളൊക്കെ എന്തായാലും നമ്മളിന്ന് വിശദമായിട്ട് ചോദിച്ചറിയുന്നുണ്ട്. അപ്പം പോത്തിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോത്ത് വളർത്തൽ എന്നൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ചെറുപ്പക്കാരും അല്ലാതായിട്ടുള്ള ആളുകൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. കാരണം ഇതിനകത്ത് A to Z കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതെന്തായാലും ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ, ഹായ് ബ്രോ. പേരെന്തായിരുന്നു? സഞ്ജു. സഞ്ജു. ബ്രോ ഇപ്പം എത്ര നാളായി നമ്മുടെ ഈ ഫാം തുടങ്ങി? രണ്ട് വർഷം. കറക്റ്റ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാം. ഭാരതീപുരം, കേരൂർ, അഞ്ചൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പം നിലവിലിപ്പോൾ എത്ര പോത്തുകളാണ് നമുക്കിവിടെ ഉള്ളത്? 70 പോത്തുകൾ. 3 വർഷം സ്റ്റാർട്ട് ചെയ്ത് 2.5 വർഷം. 2.5. ഇതിപ്പം എങ്ങനെയാ നമ്മള് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി കുട്ടികൾ എടുത്തോണ്ട് വരുവാണോ? ഏജന്റ് ഉണ്ട് ഹരിയാനയിൽ നിന്ന് തന്നെ ഡയറക്റ്റ്. ഹരിയാനയിൽ നിന്ന് മുറ ക്രോസ് ബ്രീഡ് കുട്ടികളെ? മുറ ക്രോസ് എല്ലാം വരും. അതിനാണ് മുറയാണ് ഒറിജിനൽ മുറ വരുന്ന, ക്രോസ് എടുക്കത്തില്ല. പിന്നെ ഡിപ്പെൻസ് ആണ്, ചിലപ്പോൾ ക്രോസും കയറി വരും. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് 8 ദിവസം ട്രാവൽ ചെയ്ത് നമ്മളിവിടെ ഫാമിൽ എത്തി. പിന്നെ ഫാമിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ പിന്നെ എങ്ങനെയാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഫാമിൽ എത്തിച്ചതിന് ശേഷം ആദ്യമേ, അതായത് നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്നതിന്റെ ക്ഷീണം മാറാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അസുഖങ്ങൾ പല അസുഖങ്ങളാണ്. അത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡിപ്പെൻസാ. ചിലപ്പം വേറെ ഓരോരോ ടൈപ്പ് അസുഖങ്ങളായിരിക്കും. അതെന്തായാലും അസുഖങ്ങൾ വരും. നമുക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ടോ? നമ്മൾ വിളിച്ച ഓടി ഡോക്ടറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടറുണ്ട്, മണിമോഹൻ ഡോക്ടർ എന്ന് പറഞ്ഞാണ്. ഡോക്ടർ വരുന്നോണ്ടെല്ലാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനിങ്ങനെ ഇത്ര ബൾക്കായിട്ട് ഇട്ടേക്കുമ്പോഴേ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. അതിവിടെ ലേബർ 3-4 പേര് മേളിലുണ്ട്. അവര് കറക്റ്റ് ആട്ടെ. അപ്പൊ നമുക്ക് ഇതിന്റെ ചാണകമൊക്കെ ലൂസായിട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ? അങ്ങനെയില്ല, അതിനകത്തൊന്നും കാര്യമില്ല. അതൊക്കെ കാണും, അത് നമ്മൾ നോക്കുകയുണ്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിനകത്തോട്ട് തിരിയാനുള്ള കാരണം എന്ന് പറയുന്നത്? നമുക്ക് സൈഡായിട്ട് ചെയ്യാനേ പറ്റൂ. മെയിനായിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോഴത്തെ കുറെ ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ കുറെ യൂട്യൂബ് വീഡിയോ ഒരിക്കലും ചെയ്യരുത്. നമുക്കൊരു അതിന്റെ ഒരു ഇൻവെസ്റ്റ് തിരിച്ചു കിട്ടണമെങ്കിൽ തന്നെ മിനിമം 3 to 4 years എടുക്കും. നമുക്ക് സൈഡ് വേറെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഫീൽഡിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ നമ്മൾ വീഡിയോ ബ്രേക്ക് ഈവൺ ആവണമെങ്കിൽ നമ്മൾ ഇറക്കിയ ഫണ്ട് നമുക്ക് റിട്ടേൺ വരണമെങ്കിൽ മിനിമം 3 വർഷം 4 വർഷം എടുക്കും. പിന്നെ നമ്മളിത് അത്രയും ഡെഡിക്കേഷനോടെ ചെയ്താൽ മാത്രമേ ഈ 3 വർഷം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അങ്കിളുണ്ട് രാജീവ് എന്ന് പറഞ്ഞു. അപ്പം രാജീവ് അങ്കിളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഇവിടുത്തെ പോത്തൊക്കെ ഞാൻ രാവിലെ വരും, ഭായിമാരൊക്കെ പറയും ഓരോന്ന് ഇവിടെ വീണ് കിടക്കുന്നു, കുഴിച്ചിടാം, അങ്ങനെയുള്ള രീതിയാണ്. അപ്പം അങ്കിള് ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്കിള് നമ്മളെ ആ രീതി ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. ഇവിടെ ഏകദേശം ഒരു 10 പേരോളം ചെയ്ത് കാണും. ഈ സെയിം ഏരിയ തൊട്ടപ്പുറം ഇപ്പുറമായിട്ട് ചെയ്ത് കാണും. ആ 10 പേരും അതിൽ കൂടുതൽ ചെയ്തെങ്കിലേ ഉള്ളൂ. നമ്മുടെ ഫുൾ ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് തന്നെ തുടക്കം ചെയ്യണമെങ്കിൽ തന്നെ ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും വേണം. തുടക്കം ചെറുത് ചെയ്യണമെങ്കിൽ തന്നെ ഇതിനെ എടുക്കണം. ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഫുള്ള് കാര്യങ്ങൾ ചെയ്യുമ്പോൾ 20 ലക്ഷത്തിന് ചെലവാക്കാന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് ഞാൻ കൂട്ടിയിട്ടില്ല. ലാൻഡൊക്കെ നമ്മൾ ഓൺ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ 50 അടുപ്പിച്ച് വരെ വരും. അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർ ലാൻഡ് ഉള്ളവർ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് സൈഡായിട്ട് ചെയ്യാം. പിന്നെ പ്രോഫിറ്റബിൾ ആണ്. അത് നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. പോത്തിനെ ഫാമിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് അന്ന് തൊട്ടേ അതിന്റെ ജീവിത രീതി ഇന്നതുപോലെ ചിട്ടപ്പെടുത്താൻ തുടങ്ങുവാണോ? അത് ആദ്യത്തെ കുറച്ച് സമയം ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് നോക്കിയിട്ടൊക്കെ കുറച്ച് ദിവസം അതിന് അതിൻ്റെതായിട്ടുള്ള ഭായിമാർ അതിനെ തോനെ ദൂരം ഒന്നും കൊണ്ടുപോകത്തില്ല.
അഴിച്ചു വിടുന്നതാണേലും ഇവിടെ പോകുന്നതും എല്ലാം കറക്റ്റ് ഏകദേശം ഒരു 2-3 കിലോമീറ്ററിനകത്തെ ഒരു ദിവസം നടത്തിച്ച് കഴിച്ച് വരും. പിന്നെ വയ്യാത്തതിനെ അന്ന് വിടത്തില്ല, ഒരാഴ്ചത്തേക്ക്. പിന്നെ അത് ഓരോ ഇതുപോലെ ഇരിക്കും. വരുന്ന ചില വർഷങ്ങളിൽ ഭയങ്കര അസുഖങ്ങളായിരിക്കും. അപ്പം ചിലപ്പോൾ നമുക്ക് ഒരു 10-20 ദിവസത്തേക്ക് ഒന്നിനെ അഴിച്ചുവിടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഇതായിരിക്കും. നമ്മളതിനെ 50 എണ്ണം ഒരു ലോഡ് വരുമ്പോൾ 50 എണ്ണവും പലയിടത്തോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. വന്ന ഉടനെ തന്നെ വന്നൊരു 5 ദിവസം കഴിയുമ്പോൾ ഈ 50 ഒരുമിച്ച് തന്നെ ആണെങ്കിൽ കൺഫേം ആണ് അസുഖം ഇല്ലാതെ ഒന്നിനും വരാം. എത്ര വാക്സിൻ എവിടെ നിന്നൊക്കെ പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാലും വേസ്റ്റാണ്. എന്തായാലും അസുഖം തന്നെ. ഇപ്പൊ നമ്മള് പൊതുവെ ഇപ്പൊ ചെറുപ്പക്കാര് പോത്ത് കൃഷിയിലേക്ക് ഇറങ്ങാൻ അവരൊരു 1, 2, 5 എണ്ണത്തൊക്കെ മേടിച്ച് വളർത്തുക എന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്രോ ബൾക്കായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50 എണ്ണത്തിലായിരുന്നു തുടങ്ങിയത്, 30 എണ്ണത്തിലായിരുന്നു തുടങ്ങിയത്. അപ്പൊ ആദ്യത്തെ ഘട്ടത്തില് ഒരു 30 എണ്ണത്തെ എടുത്തുകൊണ്ട് വന്നപ്പം നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? ഫസ്റ്റ് നമുക്കിത് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ ഒരുപാട് ഇപ്പൊ ലേബേഴ്സ് ആണെങ്കിലും ഭായിമാര് അതേപോലെ ബാക്കി കാര്യങ്ങള് അങ്ങനെ അവരെയൊക്കെ നിർത്താൻ നേരത്ത് നമുക്ക് ആദ്യം ഒരു ഇതുണ്ട്, ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഇത് പ്രോഫിറ്റബിൾ ആവുമോ ഇല്ല എന്നുള്ളത്. 30 എണ്ണം അങ്ങനെ അത് പക്ഷേ ഓക്കെ ആയിരുന്നു. പിന്നെ ഇത് ഒരുപാട് അസുഖങ്ങൾ വരുമായിരുന്നു. രാവിലെ ഭായിമാരൊക്കെ രാവിലെ നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോഴേ അവർ പറയുന്നത് ഇതുപോലെ എണ്ണിക്കാൻ വയ്യ, വീണ് കിടക്കുക, അങ്ങനെ പല പല സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം നമുക്ക് ഇവിടെ രാജീവ് അങ്കിൾ എന്ന് പറഞ്ഞ അങ്കിളാണ് നമ്മളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തത്. ഇതുപോലെ തുടങ്ങിയവരുടെ എല്ലാം പലരെ നമ്മൾ വിളിക്കുമ്പോഴേ അവർ പറയുന്ന അവരെല്ലാം നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് ചെയ്യുന്നവർ ചെയ്യും, ഹോൾസെയിൽ ചെയ്യുന്നവർ. ഇതേപോലെ വളർത്തുക എന്ന് പറയുന്നത് ആളുകൾ പറഞ്ഞു തരത്തില്ല. അങ്കിളാണ് അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റിയത്. ഒരുപാട് അസുഖങ്ങളാണ്. ഇപ്പൊ 70 എണ്ണം ഉള്ളത് തന്നെ ഇപ്പൊ ഒരുപാട് എണ്ണത്തിന് HS എന്ന് പറഞ്ഞൊരു വൈറസ് വന്നായിരുന്നു. അത് വന്ന് കാലിലൊക്കെ നീരായി. പിന്നെ അതിനെയെല്ലാം നമ്മൾ മെഡിസിൻ കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അതെല്ലാം ഭായിമാര് ചെയ്യണം. നമ്മൾ ഫുള്ളായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ നിൽക്കേണ്ട വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണ്? രാവിലെ എത്ര മണിക്ക് ആഹാരം, അത് എന്ത് ആഹാരം കൊടുക്കുക, എത്ര മണിക്ക് അഴിച്ചു വിടുക എന്നുള്ളത്? അതിന് രാവിലെ പ്രത്യേകിച്ച് ആഹാരങ്ങളൊന്നും കൊടുക്കത്തില്ല. ഒരു ഉച്ചയാകുമ്പോ ഇവരെ അഴിച്ചുവിടും. എത്ര മണി തൊട്ട് നമ്മുടെ ഫാമിൽ ജോലികൾ ഇവർ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. അവരിവിടെ 6-7 മണിക്കൊക്കെ എഴുന്നേറ്റ് അവരവരുടെ ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് പൊളിച്ചിടുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. നമ്മൾ ഈ ചപ്പാത്തിയാണ് ഇതിന് മെയിൻ ഫുഡായിട്ട് കൊടുക്കുന്നത്. ചപ്പാത്തി മെയിൻ ഫുഡൊന്നുമല്ല. ചപ്പാത്തി പിന്നെ നമ്മൾ വരുമ്പോൾ പോച്ച മാത്രം കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. ചപ്പാത്തി ഒന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് ചപ്പാത്തി പോത്തിന് കൊടുത്ത് പോത്ത് തടിക്കുമോ എന്നൊക്കെ പറയുന്നത് വെറുതെ വേസ്റ്റ് ആണ്. ചപ്പാത്തി കമ്പനിക്കാർക്ക് ലാഭമായിരിക്കും, നമുക്ക് നഷ്ടമായിരിക്കും. ചപ്പാത്തി 3 രൂപ 4 രൂപ കൊടുത്ത ആൾക്കാർ ചപ്പാത്തി കൊടുത്താൽ പോത്ത് വളരുമെന്ന് പറഞ്ഞു. അതൊക്കെ വേസ്റ്റ് ആണ്. ബ്രോ എങ്ങനെ ചെയ്യുന്നത്? നമ്മള് ചപ്പാത്തി രാവിലെ വേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പോലും ചെലവില്ലാതെ ഫ്രീ ആയിട്ട് അവർ തരുന്നിടത്തുനിന്ന് മാത്രം എടുക്കും. നമുക്ക് ആകെ ഇവിടെ എത്തിക്കുന്ന ചെലവ് മാത്രം. അത് അതിന് ഒരു ചേട്ടൻ ആഴ്ചയിൽ പോവും, രാവിലെ വണ്ടിയും കൊണ്ടുപോയി കളക്ട് ചെയ്ത് വരും. കളക്ട് ചെയ്ത് വന്ന് ആ സാധനം ഇവർ രാവിലെ അതിന്റെ ഫംഗസ് മാറ്റി ഇട്ട് കൊടുക്കും. അതും വളരെ കുറച്ചേ കൊടുക്കൂ. അത് പിന്നെ അവർക്ക് വരുമ്പോ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം കൊടുക്കുന്നത്. എന്നിട്ട് ഇവരെ ഒരു ഉച്ചയാകുമ്പം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇവരെ ഭായിമാര് ഒരു 3 പേര് കൂടെ പോകും. ഒരാൾ ഫാമിലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. 3 പേര് ഈ പോത്തിന്റെ കൂടെ ഇതിനെ നോക്കി ഇതിന്റെ പുറകെ പോയി ഇതിനെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇതിനെ പോച്ചയൊക്കെ ഇതാക്കി അവർ വരും. ഒരു 7 മണി വരെ ഇതിനെ തീറ്റും. 7 മണി ഇവർ 8 മണിയാവും ഫാമിൽ വരെ രാത്രി. അവർ പോത്തിനെ രാവിലെ അഴിച്ചു വിട്ടുകൊണ്ടൊന്നും കാര്യമില്ല, അവര് കഴിക്കത്തില്ല. അവരെ ഒരു 2 മണിക്ക് അഴിച്ചു വിട്ട് അവരൊരു 4 മണി 5 6 7 മണി വരെ ഇവർ കഴിക്കും. അത് കൊണ്ടുവന്നിട്ട് ചപ്പാത്തി രാവിലെ പൊളിച്ചിട്ട ചപ്പാത്തി ഇവര് അതിന് കൊടുക്കും, കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കും. ഇത്രേ ഉള്ളൂ നമ്മൾ അതേ ഉള്ളൂ. പിന്നെ അതിന് വരുന്ന അസുഖങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈ ഫ്രീ ഗ്രേസിങ് ആയതുകൊണ്ട് ഒരുപാട് വേറെ കുറച്ച് പ്രശ്നങ്ങൾ വരും. ചിലപ്പം കാട്ടി പോകുന്ന വഴിക്ക് ഓയിൽ പാമ്പിൽ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ വീണ് നമ്മുടെ പോത്തുകളുടെ നടുവൊക്കെ ഓടിയാൻ സാധിക്കും. നമ്മളപ്പോ ഇവർക്ക് നമ്മൾ എങ്ങനെ എങ്ങോട്ട് അഴിച്ചുവിടുന്നെന്ന് പറഞ്ഞു കൊടുത്തില്ല, അതൊന്ന് വിശദീകരിക്കും. നമ്മളിത് ഏത് ലൊക്കേഷനിലാണ്, നമുക്ക് ഇങ്ങനത്തെ ഏത് സെറ്റപ്പാണ് ഇതിനെ അഴിച്ചുവിടാൻ ഉള്ളത്? ഇതിനെ അഴിച്ചുവിടുന്ന ഓയിൽ പാമിലോട്ടാണ് അഴിച്ചുവിടുന്നത്. ഹെക്ടർ കേന്ദ്ര സർക്കാരിന്റെ ഓയിൽ പാമിലോട്ടാണ് വിടുന്നത്. അതിനോട് ചേർന്നാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഫാമസ് അവിടെ അവരുടെ ഓയിൽ പാമിലെ ആളുകളുടെ പണിയെല്ലാം കഴിഞ്ഞ് അവർ പോകുന്ന സമയത്താണ് നമ്മൾ അഴിച്ചുവിടുന്നത്. 3 മണി 2:30 3 മണി അവരുടെ പണി കഴിയുന്ന സമയത്ത് നമ്മൾ ഇതിനെ
വെളിയിലോട്ട് അഴിച്ചു വിടും. അപ്പൊ ഇത് ആ 2:30 സമയം തൊട്ട് ഒരു 7 മണി വരെ 2:30-3 മണി തൊട്ട് ഇവര് 2:30-3 മണി തൊട്ട് ഈ ബായിമാർ ഇവരെ കൊണ്ടുപോയി പലയിടത്തായിട്ട്, കാര്യം ഇത്ര എണ്ണം ഉണ്ടായിട്ട് തിരിച്ചു കൊണ്ടുവരണോണ്ട് ഇവര് ബായിമാരില്ലാതെ പറ്റത്തില്ല. അവര് 3 പേര് ഇതിന്റെ കൂടെ പോയി കറക്റ്റ് ആ ഒരു 7 മണി വരെ നിർത്തി തീറ്റി അവർ അത് എവിടെ ആണെങ്കിലും എത്ര ലോങ് ആണെങ്കിലും അവർ കൊണ്ടുപോയി ഫുഡ് കഴിച്ച് 7 മണിക്ക് ശേഷം അവർ തിരിച്ചെത്തിക്കും. വെള്ളമൊക്കെ കുടിക്കാനുള്ള വെള്ളമല്ല, ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ഉണ്ട്. ഡ്രിങ്കർ അവർക്ക് വേണ്ടവർക്ക് 3 ഇടത്തായിട്ടുണ്ട്. വേണ്ടവർ ഓരോന്ന് മാറി 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 കഴിക്കുക. അതിൻ്റെ അടുത്ത് ചപ്പാത്തി ബാക്കി ഫുഡുകൾ കൊടുക്കും. പിന്നെ കൊടുക്കുന്നതിനും 3 മാസം മുമ്പ് ഹെവി ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വിൽക്കുന്നതിന് 3 മാസം. നമ്മൾ ഏത് ടൈം പീരീഡ് അടിസ്ഥാനമൊക്കെ നമ്മൾ ഇതിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? പെരുന്നാൾ സമയമാണ് വിൽക്കാൻ. ഒളിക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്. അപ്പോഴുള്ള നമുക്ക് ഉദ്ദേശിച്ച വിലയും പിന്നെ നമുക്ക് ബൾക്കായിട്ട് നമ്മൾ ഇതിനെ പറഞ്ഞ പോലെ നമുക്ക് ഈ മാർക്കറ്റിൽ അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാരണം നമ്മളൊരു ഫാമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ആളുകൾ വരുന്നതും ബൾക്കായിട്ട് ഇതിന് ആവശ്യമുള്ള ടൈമും എല്ലാം ഒളിയാണ്. അപ്പോൾ അവർ ഡയറക്റ്റ് നമുക്ക് എവിടെയും കൊണ്ടുപോകണ്ട, അവർ തന്നെ ഇവിടെ വന്ന് അവർക്ക് വേണ്ടതിന്. കാര്യം നമ്മുടെ പോത്തുകളും അതേപോലെ ഇങ്ങനെ അഴിഞ്ഞ് നടന്ന് 1 വർഷത്തോളം ഇവിടെ വളർന്നതാണ്. 1-1.5 വർഷം കേരളത്തിൽ വളർന്ന് നല്ല ആരോഗ്യം, അതേപോലെ നല്ല മീറ്റ് റേഷ്യോയും കൂടുതലാണ്. ഫുള്ളി ഫില്ലാണ് നമ്മുടെ ഇവിടുത്തെ ബഫലോസ്. അല്ലാതെ ഒരു ബോണിന് മാത്രം വെയിറ്റ് ഉള്ളതല്ല. നല്ല ഫുള്ളി മീറ്റ് റേഷ്യോ ഒരു 45% എങ്കിലും കുറഞ്ഞത് ഒളിയേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വളർത്തുമ്പോഴും ആൾക്കാർ ഓരോ വർഷം നമ്മൾ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. കാര്യം ഓരോ വർഷം വന്ന പള്ളിക്കാർ പിന്നെ വരാതിരുന്നിട്ടില്ല. അവർ വീണ്ടും 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 അവരെ പോലെ ഓരോ വട്ടം ഓരോ കസ്റ്റമേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. കാര്യം അത് ആ ഫുഡിങ്ങിന്റെ ആ ഒരേ ടേസ്റ്റിന്റെയും മീറ്റ് റേഷ്യോയും കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിനെ വിൽക്കേണ്ട ഒരു സമയമാകുമ്പോൾ പുറത്ത് ബ്രോക്കർമാരുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടനിലക്കാരന് ആവശ്യമേ ഇല്ല. കസ്റ്റമേഴ്സ് ആവശ്യക്കാർ നേരിട്ട് നമ്മളിലേക്ക് എത്തുന്നു. നമ്മൾ ഇവിടെ തന്നെ തൂക്കമുണ്ട്, വെയിങ് മെഷീൻ ഉണ്ട്. തൂക്കിയാണോ നമ്മൾ വെക്കുന്നത്? തൂക്കിയാ വെക്കുന്നത്, അല്ലാതെ മോഹവില പറഞ്ഞിട്ടുള്ള മോഹവില അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നമ്മള് മോഹവില വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അവർക്ക് വില പറയേണ്ടവർക്ക് വില പറയാം. തൂക്കിയോ അല്ലാതെ നമ്മൾ കൊടുക്കും. നമ്മുടെ വിലയാണല്ലോ. അവർക്ക് ഇപ്പൊ പറഞ്ഞാലും നമ്മള് മൈൻഡിൽ ഒരു വില വെച്ചിട്ടുണ്ട്, എങ്കിൽ നമ്മൾ അതിനെ കൊടുക്കത്തുള്ളൂ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അവർക്ക് അല്ലാതെ വേണമെങ്കിലും വന്ന് മേടിക്കാം, തൂക്കാതെ എടുക്കാം, തൂക്കിയും കൊടുക്കാം. അപ്പോൾ നമ്മൾ തൂക്കി കൊടുക്കുന്ന സമയത്ത് അതിന് നമ്മൾ എത്ര കിലോ വില ഇടുന്നതെന്ന് പറയാൻ പറ്റും? അത് ഡിപ്പെൻസ് ആ ബ്രോ. ഓരോ വിപണി അനുസരിച്ച്. വിപണിന്നില്ല, ഓരോ വർഷവും ഒരു 10 കിലോ 10 രൂപ വെച്ച് കൂടും. അത് പലപ്പോഴും പല വിലയാണ്. ഇപ്പൊ എന്തായാലും മീറ്റിന് ബഫല്ലോ മീറ്റ് കിട്ടാൻ സാധ്യത കുറവാ. സ്ലോട്ടർ ഹൗസുകൾ ഹരിയാനയിലും ഹൈദരാബാദ്, കർണാടക അവിടെ എല്ലാ സ്ലോട്ടർ ഹൗസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം മെയിനായിട്ട് ബഫല്ലോ കിട്ടത്തില്ല. പണ്ട് സ്ലോട്ടർ ഹൗസ് ഉണ്ട്, പക്ഷേ സ്ലോട്ടർ ഹൗസ് ഏകദേശം 1, 2, 3 എണ്ണേ ഉള്ളു. അപ്പൊ ആ സ്ഥാനത്ത് അതിന്റെ ഇരട്ടിയായി. അപ്പം ഓരോ ദിവസവും കട്ടിങ്ങിന് അവര് 4 പീസ് ആക്കി കൊടുക്കുമ്പം കടവില്ല, ഒന്നുമില്ല. അവരപ്പം തന്നെ അതിനുള്ള പേയ്മെന്റ് കൊടുക്കും. അപ്പം ഒരുപാട് സാധനം നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ബഫല്ലോ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം പശു കിട്ടും നമുക്ക്, ബഫല്ലോ കിട്ടത്തില്ല. ഓക്കെ. പിന്നെ നമ്മുടെ ഫാമിങ്ങില് ഈ വേസ്റ്റ് സംവിധാനം, അതായത് ഇതിന്റെ ചാണകം മൂത്രം വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ, അതോ നമ്മള് എങ്ങനെ അതിന്റെ സംവിധാനം? ചാണകം മൂത്രം അതൊക്കെ ഇവര് തന്നെ വേറെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും, അത് വിൽക്കുക. പിന്നെ അല്ലാതെ നമുക്ക് ഈ കവുങ്ങിന്റെ ഒക്കെ തോട്ടമുണ്ട്, അങ്ങോട്ടത്തേക്ക് ഇതിന്റെ വേസ്റ്റ് അതെല്ലാം അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഓക്കെ. ബ്രോ, ഇപ്പൊ എത്ര നാളാണ് ഒരു പോത്തിന് നമ്മൾ ഏത് സമയത്തായിരിക്കും ഇതിനെ നാട്ടിലെത്തിക്കുന്നത്? എത്ര മാസമായിരിക്കും ഇവിടെ നിർത്തി വിൽക്കുന്നത് എന്നുള്ളത്? ബ്രോ, ഒരു 150 to 200 വരെയുള്ളതിനെ എടുക്കും. കിലോ ലൈവ് വെയിറ്റ് ഉള്ളത് അവിടുന്ന് എടുക്കുന്നത്. ഓക്കെ. ബ്രോ പോയിട്ടാണോ തൂക്കിയെടുക്കുന്നത്? അല്ലല്ല, നമുക്ക് ഏജന്റ് ഉണ്ട്, അവരിവിടെ കൊണ്ടുവരും. അപ്പൊ നമ്മൾ പേയ്മെന്റ് കൊടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ എന്തോ വില വരും? നമുക്ക് അത്യാവശ്യം അവിടെ ചീപ്പ് റേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് ഭയങ്കര റിസ്ക്കാ. അവര് പൈസ എടുക്കുന്നെങ്കിലും അവർക്ക് ഒരുപാട് റിസ്ക് ആണ്. കാര്യം ഇതിനെ കൊണ്ടുവരുന്ന വഴിക്ക് ഗോരക്ഷ അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം ഇതൊരു വലിയ ഇത് മാത്രം ഒരു വർക്കായിട്ട് എടുക്കുന്ന ആക്കുന്ന ആൾക്കാരാണ്. കാര്യം ഇത് നമ്മൾ വിചാരിക്കും പോത്തെന്നൊക്കെ, പക്ഷെ ഒരു ലോഡ് തന്നെ 15 ലക്ഷം രൂപയാണ്. ഒരു ലോഡ് 50 പോത്ത് ഇവിടെ നാട്ടിലിറങ്ങണമെങ്കിൽ 15 ലക്ഷം രൂപ മേളിൽ. പിന്നെ ഇത്ര ഇൻവെസ്റ്റ്മെന്റ്, അത് റിസ്ക്കാ. അപ്പൊ ഈ വരുന്ന വഴി ഗോരക്ഷക്കാര് അവർ ഈ 15 ലക്ഷം രൂപയ്ക്ക് അവർ 2-3 ലക്ഷം രൂപ കമ്മീഷൻ ചോദിക്കും. അല്ലെങ്കിൽ പോത്തിനെ അവിടെ ഇട്ടേക്കും.
അവരൊട്ട് അതിനെ കൃത്യമായിട്ട് നോക്കത്തില്ല, അതിനെ നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ. അപ്പം പിന്നെ അവർ ഏജന്റുമാർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നോ അവരിവിടെ റേറ്റ് കൂടുകയെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. ചിലപ്പോൾ അവരുടെ ലോഡോടെ തന്നെ പോകും. അവർക്ക് ചിലപ്പോൾ 15 ലക്ഷം രൂപ അവരുടെ ചിലപ്പോൾ പോകും. അതായത് നമ്മളിവിടെ എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അവർക്ക് എമൗണ്ട് കൊടുക്കുന്നത്. എത്തിച്ചാൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ, അല്ലാതെ കൊടുത്താൽ റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കത്തില്ല. ഓക്കെ. ഇപ്പൊ ബ്രോ വളർത്തുന്നത് ഏത് ഇനത്തിൽപ്പെട്ട ആന്ധ്രാപോത്തുകള്? ആന്ധ്രയെ നമ്മൾ ആന്ധ്രയെ വളർത്തത്തില്ല. തമിഴ്നാട് ഇതൊന്നും നമുക്ക് ഒരു പ്രൊജക്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു രീതിയിൽ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്കത് മാത്രമല്ല, ഇതിന്റെ ഈൽഡിലും വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു പോത്തിനെ മേടിച്ചാൽ നമുക്കൊരു 500-600 കിലോ ആയി കഴിഞ്ഞാൽ എപ്പോഴായാലും നമുക്കത് പ്രോഫിറ്റ് ആയിരിക്കും. തമിഴ്നാട്ടിലെ പോത്തെന്ന് പറഞ്ഞാൽ അതൊരു മീഡിയത്തിന്റെ അപ്പുറം അത് ഒരിക്കലും ഗ്രോ ചെയ്യത്തില്ല. അത് വളരാൻ അതിന് വളരെ ചാൻസസ് കുറവാണ്. പിന്നെ അത് അതിന് ഭയങ്കര അഗ്രഷനും ആയിരിക്കും. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിക്കാനും കാര്യങ്ങളും. ആന്ധ്ര ഇതുപോലെ എല്ലാ പോത്തുകളാണ്. പക്ഷെ മുറയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ കൊടുക്കുന്ന ഫുഡും അതുപോലെ അതിൻ്റെ മീറ്റ് റേഷ്യോ കൂടുതലായിരിക്കും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മീറ്റ് തോനെയായിരിക്കും. അതായത് എല്ലിന്റെ വെയിറ്റിനേക്കാളും കൂടുതൽ. എല്ലിന്റെ വെയിറ്റിന്റെ മാത്രമല്ല ബ്രോ, ഇത് ഒരുപാട് നല്ല രീതിക്ക് അതിന് മസിൽ ഫോമായി വരും. അതിന് കഴുത്ത് തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഒരിക്കലും ഒരു ആന്ധ്രപ്പോത്ത് മിനിമം ഒരു 3 വർഷം എങ്കിലും എടുക്കും.